ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ രാവിലെ ഇന്ന് ബുധനാഴ്ച കേട്ടോ. അപ്പോൾ ഒന്ന് രാവിലെ ജിമ്മിലേക്കൊന്ന് പോയി. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്ന് അമ്മൂനിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്നിവിടെ എറണാകുളത്ത് മറ്റേ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് ബ്ലോക്ക് ആകുന്ന ആ പ്രശ്നം ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മൂനെയും കൊണ്ട് വേണമായിരുന്നു ജിമ്മിലേക്ക് പോകാനായിട്ട്. അപ്പം കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അമ്മു അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ വെറുതെ അങ്ങനെ സൈക്കിളിലൊക്കെ കയറി നടന്നു. ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 9 മണി 9:30 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഏകദേശം പോയായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലും. 9 ആകുമ്പോഴത്തേക്കും പോരാറാണ് സാധാരണ ചെയ്യാറ്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. കുറച്ച് ബ്രെഡ്, ചീസ് അങ്ങനെയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പടം മടുത്ത് പണ്ടാരടങ്ങും കേട്ടോ. കൈക്കും കാലിനൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ തുടങ്ങി. എന്നാലും കുഴപ്പമില്ല. രാവിലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഒരു ഫുൾ ഡേ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക എനർജി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര നമുക്കൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പൊതുവെ പെട്ടെന്ന് ഇവരെല്ലാവരും ഓഫീസും സ്കൂളൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പതുക്കെ ഉറക്കം വരാനൊക്കെ തുടങ്ങും. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓഫീസിൽ പോകാനും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ പോകുന്നതിന് മുമ്പേ എന്താ പറയുക, കറിക്കിപ്പം കുക്കറിലൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ ഒന്ന് വിസിലടിച്ചേച്ച് പോകും. എന്നിട്ട് മുട്ടയെ ഒന്ന് പുഴുങ്ങാനിട്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ മുട്ടയൊക്കെ എടുത്ത് കഴിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് വിശപ്പൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കേട്ടോ. പക്ഷേ ഇന്നിപ്പം മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫ്രഷ് ആകാനുള്ള ഒരു സമയമില്ല. ഓൾറെഡി ഓഫീസിൽ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ആ കൈയോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ അരച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ദോശ ചുട്ടെടുക്കാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ എന്നോർത്ത് ഞാൻ എന്നാൽ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മു കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അമ്മുവിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അമ്മു എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. അപ്പം ഇതിനകത്ത് ഒരൊറ്റ ട്രിപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അത്രയും ഇഡ്ഡലിയുടെ ആവശ്യമില്ല. എന്നാലും ബാലൻസ് വരും. പിന്നെ ഞാൻ ഇനിയിപ്പോൾ നാളത്തേക്ക് ആ മാവ് വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഒരു സെറ്റിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഒഴിച്ച് വന്നപ്പോൾ. പിന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് അങ്ങ് എടുത്തു വെച്ചു. അങ്ങനെ ഇതാ ഇഡ്ഡലി അവിടെ വെച്ചു. അപ്പോൾ ഞാൻ സാമ്പാറിന് പരിപ്പല്ല പയറിട്ടാട്ടോ വെച്ചേ. അപ്പോൾ അത് പയർ ഓൾറെഡി ഞാൻ അടിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെജിറ്റബിൾസും പയറും കൂടെ ഒന്നും കൂടെ ഇട്ട് 2-3 വിസിലും കൂടെ അടിച്ചെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ വീട്ടിലൊക്കെ വെച്ച് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സ്പൂൺ വെച്ച് എടുക്കണം എന്ന് ഓർത്തേ. പക്ഷേ അത് നന്നായിട്ട് കൈ വെച്ച് 2 സൈഡും കൂടെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റിങ് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഇഡ്ഡലി ഉണ്ടാക്കാറില്ല. ഒന്നാമത് ഇവിടുത്തെ ഇഡ്ഡലി പാത്രം കുറച്ച് വലുതായതുകൊണ്ട് എനിക്കത് ഭയങ്കര പാടാണ് അതെടുത്ത് കഴുകാനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാറില്ല കേട്ടോ. കൂടുതലും ഞാൻ ദോശ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് അവിടുന്ന് ഫ്രഷായി വരുന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബീൻസും കൂടെ അരിഞ്ഞൊരു ബീൻസ് തോരൻ വെച്ചു കേട്ടോ. അപ്പോൾ ബീൻസ് തോരനും പിന്നെന്താ സാമ്പാറും അങ്ങനെയൊക്കെ വേണം ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് ഓഫീസിലേക്ക്. അപ്പോൾ അതും വെച്ചു. അപ്പോൾ അമ്മും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണക്കമീനെടുത്ത് കറി വെക്കാമെന്ന്. അപ്പം ഫ്രൈ ചെയ്യുന്നതാണ് അമ്മുവിന് കൂടുതൽ ഇഷ്ടം. പക്ഷേ എപ്പോഴും ഫ്രൈ ആയാലും ഒരു സുഖമില്ല. എപ്പോഴും ഫ്രൈ ആണെങ്കിൽ അവൾക്ക് പ്രത്യേകിച്ച് ആ മീൻ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു എണ്ണയുണ്ടല്ലോ അത് മാത്രം മതി. മീൻ പീസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് ഉണക്കമീനൊന്ന് കറി വയ്ക്കാമെന്ന്. എനിക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിൽ കഴിഞ്ഞ് ഇഷ്ടം കറി വയ്ക്കുന്ന കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അധികം എണ്ണയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഡയറ്റാണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ ഉണക്കമീൻ കഴിക്കരുത്. എന്താ പറയുക, കറി വെച്ചതാണെങ്കിൽ എന്നാലും പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു, അത് കഴുകി വെള്ളത്തിലേക്കിട്ടു. അപ്പോൾ അത് അവിടെ കിടന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക, ഉപ്പൊക്കെ ഒന്ന് പോകുന്ന സമയം കൊണ്ട് ഞാൻ ചോറും കൂടെ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ട് കൊടുത്തുനിന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഇതാ ഓഫീസിലേക്കുള്ള ലഞ്ചും റെഡിയാക്കി വെച്ചു. അപ്പം മീൻ കറി കൊണ്ടുപോകുന്നില്ല കേട്ടോ. സാമ്പാറും
പിന്നെന്താ തോരനും മോര് അച്ചാർ അങ്ങനെയൊക്കെ മതി കേട്ടോ. അപ്പം മീൻ കറി കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ മീൻ കറി നേരത്തെ വെക്കുകയാണെങ്കിലും മീൻ കറി കൊണ്ടാകാറില്ല, ഉണക്കമീനൊന്നും കൊണ്ടുപോകാറില്ല. ബാക്കിയുള്ള കറികൾ മതി. അപ്പം ഞാൻ ഈ മോരിൻ്റെ പാത്രം ഇത് എപ്പോൾ വെച്ചാലും ഞാൻ എടുത്ത് താഴെ അങ്ങ് വെക്കുമ്പോഴത്തേക്ക് അത് തുറന്നു വരും. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്ത് അത് കൃത്യമായിട്ടൊക്കെ ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു പ്ലേറ്റും ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കണം. ഓഫീസിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാ ഓഫീസിലേക്ക് വിട്ടു. ഇനിയിപ്പോൾ അമ്മ ഉണ്ട് ഇവിടെ. ഇനിയാണ് ശരിക്കുള്ള പണികൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഒരു ലോഡ് പാത്രം എനിക്ക് ആ സിങ്കിനകത്ത് കഴുകാൻ കിടപ്പുണ്ട്. അപ്പോൾ മീൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ എന്തായാലും നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നാൽ വിചാരിച്ചു അതും കൂടെ ഒന്ന് കറി വെച്ചേക്കാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ മീനോ ചിക്കനോ ഒക്കെ കറി വയ്ക്കുമ്പോൾ കടുകിടാത്തതാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഇതാ അറിയാതെ എന്തോ ഒരു ബോധത്തിൽ കുറച്ച് കടുകും കൂടെ എടുത്തിട്ട് കുഴപ്പമില്ല. അമ്മൂന് ഒരു കറിക്കും കടുക് ഇഷ്ടമല്ല. അപ്പോൾ മീൻ കറി ആണെങ്കിലും മീനോ ചിക്കനോ ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കടുക് ഉണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് നമ്മൾ കടുകിടാതായത്. അപ്പം അല്ലെങ്കിലും മീൻ കറിക്കും ചിക്കനൊന്നും അത് അങ്ങനെ ആരും കടുകിടാറില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ എന്തോ ഒരു ബോധത്തിൽ അങ്ങ് കുറച്ച് കടുക് എടുത്തിട്ടു. അപ്പോൾ അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സാധാ മീൻ കറി വയ്ക്കുന്ന പോലെ തന്നെ പച്ചമീൻ കറി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും മീൻ പീസ് വേകാനായിട്ട്. ഇത് പക്ഷേ ഒട്ടും സമയമൊന്നും എടുക്കില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പം ഇത് ഞാൻ കുറച്ച് ചാറുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന്. അപ്പം അങ്ങനെ എല്ലാം ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ആ മാങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വലിയ പുളി ഇല്ല കേട്ടോ ഈ മാങ്ങയ്ക്ക്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തത് 5 മിനിറ്റൊന്നും എടുത്തില്ല. അതിന് മുമ്പ് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ഞാൻ ആ മീനും ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പം അതിൻ്റെ ഉപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഉപ്പ് വേണോ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മൂന് ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അമ്മൂന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ലീവ് വന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മും കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പം അമ്മൂന് ഫുഡൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളത്തേക്കുള്ള സാമ്പാറിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് പയറും കൂടെ വെള്ളത്തിലിടണം. സാമ്പാറും ഉണ്ടാക്കണം. പിന്നെ രാവിലെ ദോശയ്ക്ക് അരി ആട്ടി വെക്കുന്നുണ്ട്. രാവിലെ എന്താണോ നമുക്ക് തോന്നുന്നത് അത് ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് സാമ്പാറൊക്കെ വെക്കാനായിട്ട് പരിപ്പിനേക്കാൾ ഇഷ്ടം പയറാട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മടുക്കും. പിന്നെ നമ്മൾ പരിപ്പ് തന്നെ ആക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും പയർ തന്നെ വെള്ളത്തിലിട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി വെച്ചു. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വൻപയറെടുത്ത് കറി വയ്ക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് നല്ല ചൂട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓർത്തത് കൊണ്ട് ഞാനിപ്പോൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടു. പിന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ആട്ടിയെടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണോ ദോശയാണോ എന്ന് തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കുറച്ചാണ് ആട്ടി വെച്ചത്. ഇനി അഥവാ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ട് ഞാൻ കിച്ചണൊക്കെ ഇതാ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ സത്യം പറഞ്ഞാൽ തീർന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ച് കിച്ചണിൽ എനിക്ക് വലിയ പണികളില്ല. ഇനി നാളെ രാവിലത്തെ ഓട്ടങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്